അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ്. ഒരാൾ ഒരു മതം അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയല് പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോടു കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ഏകത്വം നിങ്ങൾ അംഗീകരിക്കണം. നിങ്ങളെയും നിങ്ങളുടെ പൂർവികരെയും അവൻ സൃഷ്ടിച്ചു. നിങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെ സൂക്ഷിക്കുന്നവരാകാൻ വേണ്ടി അവൻ ഭൂമിയെ നിങ്ങൾക്കൊരു ശയ്യയാക്കി തന്നു, കിടക്കയാക്കി തന്നു. ആകാശത്തെ ഒരു മേൽപ്പുരയുമാക്കി. അതിൽ നിന്നവൻ മഴ വർഷിപ്പിച്ചു. അതുമൂലം വിവിധ പഴങ്ങളെ നിങ്ങൾക്ക് ഭക്ഷണമായി ഉൽപ്പാദിപ്പിച്ച് തരികയും ചെയ്തു. അതിനാൽ നിങ്ങൾ അവനിൽ ഒരിക്കലും പങ്കാളികളെ സങ്കല്പിക്കരുത്. അവൻ മാത്രമാണ് സൃഷ്ടാവെന്ന് നിങ്ങൾക്കറിയാം. ആ വിഗ്രഹങ്ങളൊന്നും യാതൊന്നിനെയും ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുന്നില്ലല്ലോ. സൃഷ്ടിക്കാത്തവർ സൃഷ്ടാക്കളാകുമോ? ഇല്ല. പരിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നു, അള്ളാഹുവിലും അവൻ്റെ പ്രവാചകനിലും വിശ്വസിക്കുന്നില്ലെങ്കിൽ ഓർത്തുകൊള്ളുക, നിഷേധികൾക്ക് നാം ഒരുക്കിയിട്ടുള്ളത് നരകം തന്നെയാണ്, കഠിനമായ അഗ്നി. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. നല്ല തൂവെള്ള വസ്ത്രമാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. നല്ല കറുത്ത മുടി. ദീർഘമായി യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമൊന്നും അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കാണാനില്ല. ഞങ്ങൾക്കാർക്കും അദ്ദേഹത്തെ അറിയുകയുമില്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസന്നിധിയിൽ വന്നിരുന്നു. തൻ്റെ കാൽമുട്ടുകൾ തിരുമേനിയുടെ മുട്ടുകളോട് ചേർത്ത് വെച്ചു. എന്നിട്ട് തൻ്റെ രണ്ട് കൈകളും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടമേൽ വെച്ചുകൊണ്ട് ചോദിച്ചു, നബിയെ, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയിച്ചു തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്ലാം എന്നാൽ ആരാധ്യനായവൻ അള്ളാഹു മാത്രമാണെന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ സന്ദേശവാഹകനാണെന്നും സാക്ഷ്യം വഹിക്കുക, നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക, റമദാൻ മാസത്തിൽ വ്രതമനുഷ്ഠിക്കുക, കഴിവുള്ളവർ ഹജ്ജ് ചെയ്യലുമാണ്. ഇത് കേട്ടപ്പോൾ താങ്കൾ പറഞ്ഞത് സത്യമാണെന്ന് ആ വന്നയാൾ സമ്മതിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾക്ക് ഇത് കേട്ട് അത്ഭുതം തോന്നി. സംശയം ചോദിച്ച ആള് നബി പറഞ്ഞത് എങ്ങനെയാണ് ശരിവെക്കുന്നത് എന്നോർത്ത് അയാൾ പിന്നെ നബിയോട് ചോദിച്ചു, എനിക്ക് സത്യവിശ്വാസത്തെക്കുറിച്ച് വിവരിച്ചു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ പ്രവാചകന്മാരിലും അവസാന നാളിലും നന്മയും തിന്മയുമായ കൽപ്പനകളെല്ലാം തന്നെ അള്ളാഹുവിൽ നിന്ന് വരുന്നതിലും വിശ്വസിക്കലാണ്
സത്യവിശ്വാസം. ഇത് കേട്ടപ്പോഴും താങ്കൾ പറഞ്ഞത് സത്യമാണെന്ന് അയാൾ പറഞ്ഞു. പിന്നെ ആവശ്യപ്പെട്ടത് ഇഹ്സാനെ കുറിച്ച് വിവരിച്ചു കൊടുക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇഹ്സാൻ എന്നാൽ അള്ളാഹുവിനെ നീ നേർക്കുനേരെ കാണുന്നത് പോലെ ആരാധിക്കലാണ്. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ടല്ലോ. പിന്നെ അദ്ദേഹം ആവശ്യപ്പെടുന്നു, ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞു തരൂ. അതായത് ഖിയാമത്ത് നാൾ എന്നാണ് ഉണ്ടാവുക എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങളെക്കാൾ അധികം ഒന്നും അറിയില്ല. എന്നാൽ അതിൻ്റെ അടയാളങ്ങളെ പറ്റി പറഞ്ഞു തരുമോ എന്നായി ഈ വന്നയാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്ത്രീ അവളുടെ യജമാനനെ പ്രസവിക്കുന്ന കാലമാണത്. അതായത് മക്കൾ പെറ്റ അമ്മമാരെ അടിമകളെ എന്ന പോലെ ദ്രോഹിക്കുമെന്നർത്ഥം. യജമാനന്മാർ തങ്ങളുടെ അടിമ സ്ത്രീകളോട് ഏത് രൂപത്തിലാണോ പെരുമാറുക ആ രൂപത്തിൽ മക്കൾ തൻ്റെ ഉമ്മമാരോട് അല്ലെങ്കിൽ മാതാക്കളോട് പെരുമാറും, അപമാനിക്കുകയും ശകാരിക്കുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ ഖിയാമത്ത് നാളിൻ്റെ ലക്ഷണമായി പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നബി കൂട്ടിച്ചേർക്കുന്നു, ചെരിപ്പും വസ്ത്രവുമൊന്നും ഇല്ലാതിരുന്ന ദരിദ്രവാസികൾ, ആടുമേച്ച് നടന്നിരുന്ന സാധുക്കൾ തുടങ്ങിയവർ നീണ്ട നീണ്ട കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നത് കാണാം. അതായത് അധസ്ഥിതരായി പാവപ്പെട്ടവരായി കഴിഞ്ഞിരുന്നവർ രാജാക്കന്മാരെ പോലെ വാഴും. ഇത് പറഞ്ഞതോടുകൂടെ ആ വന്നയാൾ സ്ഥലം വിട്ടു. കുറച്ച് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉമറെ, ആ ചോദ്യകർത്താവ് ആരെന്ന് നിങ്ങൾക്കറിയാമോ? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ പറഞ്ഞു, അള്ളാഹുവിനും റസൂലിനും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതാണ് ജിബ്രീൽ അലൈഹിസ്സലാം, നിങ്ങളെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വേഷം മാറി വന്നതാണ്. ഇമാം താജുദ്ദീൻ സുബ്ക്കി റളിയല്ലാഹു അൻഹു പറയുന്നു, നാം നമ്മുടെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളുടെ സമാഹാരമാണ് ഇസ്ലാം. സത്യവിശ്വാസമില്ലാത്തത് സ്വീകാര്യമല്ല. കൽബിലാണ് സത്യവിശ്വാസമെങ്കിലും അത് നാവ് കൊണ്ട് വെളിപ്പെടുത്തിക്കൊണ്ട് രണ്ട് കലിമ ചൊല്ലാതെ സ്വീകാര്യമല്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു തൻ്റെ ശറഹ് മുസ്ലിം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, വല്ലവനും മനസ്സുകൊണ്ട് വിശ്വസിച്ചു, പക്ഷെ നാവ് കൊണ്ട് ഉച്ചരിച്ചില്ല. ഉച്ചരിക്കാൻ അയാൾക്ക് കഴിവുണ്ട്, പക്ഷെ അയാൾ ഉച്ചരിച്ചില്ല എങ്കിൽ അയാൾ ശാശ്വത നരകം അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ മുഹദ്ദിസുകൾക്കും ഫുഖഹാക്കൾക്കും മുത്തക്കല്ലിമുകൾക്കുമൊക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസപ്രകാരം അഭിപ്രായ ഐക്യമുണ്ട്. ഓർക്കുക, നിഷേധിയായ മനുഷ്യൻ സത്യവിശ്വാസിയാകാൻ രണ്ട് കലിമകൾ ചൊല്ലണം. അഷ്ഹദു എന്ന പദം വേണമെന്ന് നിർബന്ധമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചൊല്ലിയാലും മതിയെന്നാണ് പ്രബലമായ പക്ഷം. റൗള എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതിൻ്റെ ആശയം അതാണ്. പക്ഷേ പിൻഗാമികളായ ചില പണ്ഡിതന്മാർ പറഞ്ഞത് അഷ്ഹദു എന്ന പദവും വേണമെന്ന് തന്നെയാണ്. അത് കൂടാതെ കഴിയില്ലത്രേ. ഉബാബ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതിൻ്റെ ആശയവും അത് തന്നെയാണ്. ഇതനുസരിച്ച് അഷ്ഹദുവിന് പകരം അഅ്ലമു എന്ന് പറയുകയോ അല്ലെങ്കിൽ രണ്ട് പദവും പറയാതെ വെറും ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് മാത്രം പറയുകയോ ചെയ്താൽ അയാൾ മുസ്ലിം ആവുകയില്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം. ചില ഇമാമുമാർക്ക് ഇവിടെ മൂന്നാമതൊരു അഭിപ്രായമുണ്ട്. അഷ്ഹദു എന്ന പദമോ അതിൻ്റെ പര്യായങ്ങളിലൊന്നോ അനിവാര്യമാണെന്നുള്ളതാണ് ആ അഭിപ്രായം. അതിനാൽ മുസ്ലിം ആകുന്നവർ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് തന്നെ പറയൽ അത്യാവശ്യമാണ്. അഷ്ഹദുവിന് അർത്ഥം, അഷ്ഹദു എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഞാൻ അറിയുന്നു എന്നൊക്കെയാണ്. രണ്ട് കലിമകളും വഴിക്ക് വഴി തന്നെ ചൊല്ലണം. അതിനാൽ അള്ളാഹുവിന് വിശ്വസിക്കുന്നതിന് മുമ്പ് ഒരാൾ റസൂലിൽ വിശ്വസിച്ചാൽ അത് സ്വീകാര്യമല്ല. അതായത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന് മുമ്പായി അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതിയാവുകയില്ല.
രണ്ട് കലിമകൾ തുടർച്ചയായി ചൊല്ലിക്കൊള്ളണമെന്നില്ല, ഇടവിട്ട് ചൊല്ലിയാലും മതി. അതായത് ഒരാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ അറബിയിൽ തന്നെ ചൊല്ലിക്കൊള്ളണമെന്നില്ല, ഏത് ഭാഷയിലും ആകാം. അതായത് ഒരാൾ മലയാളത്തിൽ പറയുകയാണ്, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അതോടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ നബിയും റസൂലുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് മലയാളത്തിൽ പറഞ്ഞാലും മതി. പക്ഷേ ഇടവിടാതെ ചൊല്ലുന്നതും അറബിയിൽ തന്നെ ചൊല്ലുന്നതുമാണ് ഉത്തമം. അർത്ഥം അറിഞ്ഞ് ചൊല്ലൽ ഇവിടെ നിർബന്ധമാണ്. അർത്ഥം ഇതാണ്: സത്യമായ ആരാധനക്കർഹൻ അള്ളാഹു മാത്രം, ആരാധ്യൻ എന്ന അവസ്ഥയിൽ ഏകനാണ് അവൻ. നിഷേധിയായ മനുഷ്യൻ ഇത്ര കൂടി പറയണം: ഞാൻ അള്ളാഹുവിന് പങ്കു ചേർത്തിരുന്ന പങ്കാളികളെ നിഷേധിക്കുന്നു. അത് മുശ്രിക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ പറയേണ്ടതാണ്. ഇസ്ലാം മതത്തിന് വിരുദ്ധമായതിൽ നിന്നെല്ലാം ഞാൻ അകന്നിരിക്കുന്നു എന്ന് കൂടി കൂട്ടിച്ചേർക്കൽ സുന്നത്താണ്. ഓർക്കുക, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നാൽ അവൻ ഏകനും സത്തയിലും ഗുണങ്ങളിലും നിസ്തുലനും ആരാധ്യതയിൽ പങ്കാളികളില്ലാത്തവനുമാണെന്ന് വിശ്വസിക്കലാണ്. ആരാധ്യത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാധനയ്ക്കുള്ള അർഹതയാണ്. അവൻ അനാദിയാണ്, തുടക്കമില്ലാത്ത അനാദി. അനശ്വരനുമാണ്, അറ്റമില്ലാത്ത അനശ്വരത്വം. ഇതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. മലക്കുകളിലുള്ള വിശ്വാസം എന്നാൽ കൽപ്പന ലംഘിക്കാത്ത ആദരണീയരും ഏത് കൽപ്പനയും നിറവേറ്റുന്നവരും അവരെത്തിക്കുന്ന സന്ദേശങ്ങളിൽ വിശ്വസിക്കാവുന്നവരുമാണെന്നുമുള്ള വിശ്വാസമാണ്. ഇതാണ് മലക്കുകളെ പറ്റി വേണ്ടത്. കിതാബുകളിൽ ഉള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വേദങ്ങളും അനാദിയായ വചനങ്ങളുമാണ് കിതാബുകൾ. വചനങ്ങൾ അള്ളാഹുവിൻ്റെ സത്തയിൽ നിലകൊള്ളുന്നവയും അക്ഷരങ്ങളും ശബ്ദങ്ങളും ഇല്ലാത്തവയുമാണ്. ഈ വേദങ്ങളുടെ ഉള്ളടക്കമെല്ലാം സത്യമാണ്. പുതിയ അക്ഷരങ്ങളും ശബ്ദങ്ങളും നൽകിയിട്ടാണ് അവയെ അള്ളാഹു തൻ്റെ ചില പ്രവാചകന്മാരിലേക്ക് അവതരിപ്പിച്ചത്. ഫലകങ്ങളിലാണ് ചിലത് ഇറങ്ങിയത്, ചിലതാകട്ടെ മലക്കുകളുടെ നാവിലൂടെയും. ഇതാണ് വേദങ്ങളിലുള്ള വിശ്വാസം. പ്രവാചകന്മാരെ അള്ളാഹു സൃഷ്ടികളിലേക്ക് അയച്ചു. പാപങ്ങളിൽ നിന്നും ന്യൂനതകളിൽ നിന്നുമെല്ലാം അള്ളാഹു അവരെ സംശുദ്ധരാക്കി. പ്രവാചകത്വ ലബ്ധിക്ക് മുമ്പോ പിമ്പോ അവരിൽ നിന്നൊന്നും ഒരു ചെറുദോഷമോ വൻദോഷമോ ഉണ്ടാവുകയില്ല. ഇതാണ് പ്രവാചകന്മാരിലുള്ള വിശ്വാസം. ഖിയാമത്ത് വിശ്വാസമാണ് അടുത്തത്. ഖിയാമത്ത് ഒരാളുടെ മരണം മുതൽ തുടങ്ങുന്നു. അയാൾ ഏത് കാലത്തോളം ഉണ്ടാകുമെന്ന് വിശ്വസിക്കാമോ അതുവരെ അത് നീണ്ടു നിൽക്കുന്നു. ആ കാലയളവിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ഖിയാമത്ത് പെട്ടത് തന്നെ. മലക്കുകളുടെ ചോദ്യം, അതായത് ഖബറിൽ വെച്ചുള്ള ചോദ്യം, സ്വർഗസുഖം, നരകശിക്ഷ, പുനരുദ്ധാനം, പ്രതിഫലം, കണക്ക് പരിശോധന, തുലാസ്, മഹിഷറ, സിറാത്തുൽ മുസ്തഖീം, സ്വർഗം, നരകം, ഇതൊക്കെ അതിൽപ്പെടുന്നു. ഇതിലെല്ലാം കൂടിയുള്ള വിശ്വാസമാണ് ഖിയാമത്ത് വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനാദിയിൽ നിശ്ചയിച്ച കാര്യങ്ങളെല്ലാം സംഭവിക്കൽ അനിവാര്യമാണ്. നിശ്ചയിക്കാത്തവ അസംഭവ്യവും. സൃഷ്ടികളെ പടക്കും മുമ്പ് തന്നെ അള്ളാഹു നല്ലതും ചീത്തയും ഒക്കെ നിശ്ചയിച്ചു വെച്ചു. പ്രപഞ്ചങ്ങളെല്ലാം അവൻ്റെ വിധിയും കൽപ്പനയും അനുസരിച്ച് മാത്രം നീങ്ങുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അഹ്മദും ഹാക്കിമും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങൾ സത്യവിശ്വാസം പുതുക്കുവിൻ. എങ്ങനെയാണ് അതെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ വർദ്ധിപ്പിക്കുവിൻ. ബുഖാരിയും മുസ്ലിമും ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയവനെ അള്ളാഹു നരകത്തിന് ഹറാമാക്കി.
അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് എൻ്റെ കോട്ടയാണെന്നും അതിൽ കടന്നവൻ എൻ്റെ ശിക്ഷയിൽ നിന്നും നിർഭയനായെന്നും അള്ളാഹു അരുളിയിട്ടുണ്ട്. തൊബ്രാനി റളിയല്ലാഹു അൻഹു അബൂ ദർദായിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഒരാൾ 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ അയാളെ അള്ളാഹു ഖിയാമത്ത് നാളിൽ എഴുന്നേൽപ്പിക്കുക 14-ാം രാവിലെ പൗർണമി പോലുള്ള മുഖവുമായാണ്. അന്ന് അയാളെക്കാൾ പുണ്യം ചെയ്ത ആൾ വേറെ ഉണ്ടാവില്ല, അയാളെ പോലെയോ അതിലധികമോ ദിക്ർ ചൊല്ലിയവർ ഒഴികെ. ഇബ്നു മാജ റളിയല്ലാഹു അൻഹു ഉമ്മുഹാനിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ മുമ്പിൽ കടക്കുന്ന കർമ്മങ്ങൾ ഒന്നുമില്ല, ഒരു പാപത്തെയും അത് ബാക്കി വെക്കുകയുമില്ല. തുർമുദിയും നസായിയും ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഏറ്റവും പുണ്യമുള്ള ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതും ഏറ്റവും പുണ്യമുള്ള പ്രാർത്ഥന അൽഹംദുലില്ലാഹ് എന്നതുമാണ്. നസായി റളിയല്ലാഹു അൻഹു അബൂ സഈദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എനിക്ക് നിന്നെ ഓർക്കാൻ എന്തെങ്കിലും പഠിപ്പിച്ചു തരണമേ, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊള്ളുക എന്ന് അള്ളാഹു ഉത്തരം പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, തമ്പുരാനെ, നിന്റെ അടിമകളെല്ലാം ചൊല്ലുന്ന ദിക്റാണല്ലോ അത്, എനിക്ക് പ്രത്യേകമായ ഒരു ദിക്റാണ് ആവശ്യം. അള്ളാഹു ഉത്തരം പറഞ്ഞു, മൂസാ നബിയെ, 7 ആകാശങ്ങളും അവയിൽ ഞാൻ ഒഴികെയുള്ള സകലവും ഭൂമിയുമെല്ലാം കൂടിയെടുത്ത് നീ തുലാസിൻ്റെ ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ മാത്രം മറു തട്ടിലും വെക്കുകയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കായിരിക്കും മുൻതൂക്കം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും സന്താന പരമ്പരയിൽ നിന്നും അബൂ യഅ്ല റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വചനം ഇങ്ങനെയാണ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹും മാപ്പിന് അപേക്ഷിക്കലും വർദ്ധിപ്പിക്കുവിൻ. കാരണം ഇബ്ലീസ് പറഞ്ഞു, ജനങ്ങളെ ഞാൻ പാപങ്ങളാൽ നശിപ്പിച്ചു, എന്നെ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടും മാപ്പിന് അപേക്ഷിക്കൽ കൊണ്ടുമാണ് നശിപ്പിച്ചത്. ഇത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവരെ മോഹങ്ങളാൽ നശിപ്പിച്ചു, എന്നിട്ടും തങ്ങൾ നേർവഴിയിലാണെന്ന് അവർ ധരിക്കുന്നു. ഇബ്നു അബീ ദുനിയയും ബൈഹഖിയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഒരു ആസന്ന മരണന്റെ മുന്നിൽ, അതായത് മരണമാസന്നമായ ഒരു മനുഷ്യന്റെ മുന്നിൽ മരണത്തിൻ്റെ മലക്ക് വന്നു. അയാളുടെ ഓരോ അവയവവും കീറി മുറിച്ച് നോക്കിയിട്ടും ഒരു സൽക്കർമ്മവും അവിടെ എങ്ങും കണ്ടില്ല. പിന്നെ അയാളുടെ കൽബ് കീറി മുറിച്ച് നോക്കി, അവിടെയും നന്മയൊന്നും കണ്ടില്ല. അപ്പോൾ അയാളുടെ താടിയെല്ല് രണ്ടും വേർപ്പെടുത്തി നോക്കി, അപ്പോഴതാ കാണുന്നു അയാളുടെ നാവിൻ്റെ തല ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ചങ്കിലേക്ക് ഒട്ടിച്ചു വെച്ചത്. ഇതുമൂലം ഈ ആത്മാർത്ഥ കലിമ കൊണ്ട് അയാൾക്ക് മാപ്പ് ലഭിച്ചു. അബൂ ദാവൂദും അഹ്മദും മആദിൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, വല്ലവൻ്റെയും അവസാന വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അയാൾ സ്വർഗത്തിൽ കടന്നു. ഇതാണ് വിശ്വാസപരമായി കാര്യങ്ങൾ നാം ഉൾക്കൊള്ളാനുള്ളത്. അള്ളാഹു സത്യത്തെ സത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന സജ്ജനങ്ങളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.